200. അമ്മേ, അച്ഛൻ. അച്ഛൻ ഇനി ആരെക്കൊണ്ടാണ് എന്നോട് കെട്ടിയെടുത്തത്? പെങ്ങളെ കൊന്ന് കാലിൽ താത്തില്ലേ? കാളി, അമ്മേ, വരൂ അമ്മേ. വാ അമ്മേ, വരൂ. അച്ഛാ, എവിടെയെല്ലാം ഞാൻ തിരക്കി. അച്ഛൻ കയറിയിരിക്കെ. അച്ഛൻ വരുന്നെന്ന് തങ്കി ഒന്ന് പറഞ്ഞു. കേട്ടപ്പോഴേ സമാധാനമായി. ഉച്ചവരെ കാത്തു. കാണാതായപ്പോ ഇരിക്കപ്പുറതി ഇല്ലാതെ ഇറങ്ങി പുറപ്പെട്ട. അച്ഛനെന്താ വല്ലാതെ? ഒന്നുമില്ല. അച്ഛൻ വന്ന് കയറിയപ്പോഴേ അമ്മ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. അച്ഛാ, പോട്ടോടാ മോനെ. അച്ഛനോട് നിന്നാൽ ചിലപ്പോ അച്ഛനല്ലാതാകും. അമ്മയ്ക്ക് സുഖമില്ലായിട്ടല്ലേ അച്ഛാ? നാരായണൻകുട്ടി, ഏറെ നാളായി ഞങ്ങളിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഒരിടത്ത്, അമ്മ മറ്റൊരിടത്ത്. അകന്നു പോകുന്ന നിങ്ങൾക്കിടയിൽ ഞങ്ങളുടെ സങ്കടം ആരും മനസ്സിലാക്കുന്നില്ല. നാരായണൻകുട്ടി, ആർക്കും മനസ്സിലാവില്ലടാ ഈ അച്ഛന്റെ മനസ്സിലെത്തി. മക്കളുടെ മനസ്സിലെത്തി അച്ഛനും കാണുന്നില്ല. ഇല്ലടാ, ആർക്കും ചെയ്യുന്നതിന് മനസ്സിലാവില്ല. അതെനിക്ക് പണ്ടേ കിട്ടിയ ശാപമാണ്. അച്ഛൻ എങ്ങോട്ടാ? ഇന്നലെ മൂവന്തിക്ക് ഇവിടെ വന്നായിരുന്നു.
ഞാനിവിടെ ഇല്ലായിരുന്നു. കണ്ടങ്കേരി പോയിരുന്നു അച്ഛനെ അന്വേഷിച്ചു. അച്ഛൻ വന്നിട്ട് വീണ്ടും പോയോ? പോണ്ടെന്ന് പറഞ്ഞില്ലേ? പറയാനല്ലേ പറ്റൂ. എന്താ തമ്പ്ര എങ്ങനെ നോക്കണേ? കാണാൻ കണ്ടിട്ടില്ലേ? ഇല്ല. ഒന്ന് പോ തമ്പ്ര. ഈ ജംബറ ഉണ്ടാ? കാണട്ടെ. അയ്യേ, ഈ തമ്പ്രാൻ ഒരു നാണമില്ല. ഈ ജമ്പർ മാത്രം കാണുന്നതിന് ഇപ്പൊ എന്തോ നാണിക്കാന്? ഈ ജംബർ കാണിക്കാനേ ഇന്നലെ വന്നേ. കാണാഞ്ഞപ്പോ സങ്കടായി. എന്നെ കാണാൻ ഞാൻ നിനക്ക് കരച്ചിൽ വരുവക്ക. അപ്പൊ ഇനി ഒരിക്കലും കാണാതിരുന്നാലോ? ഏൻ ചത്തുകളി. തമ്പ്രാനെ കണ്ടില്ലായിരുന്നേ ഇതിനു മുമ്പേ കായലിച്ചാടി ചത്തേനെ. നിനക്കെന്താ കിറുക്ക? തമ്പ്രാൻ അറിയില്ല. കുടിയിൽ എനിക്ക് പുറതി മുട്ടി. ഏൻ കൊയ്ത നെല്ല് മുഴുക്കെ കൊച്ചമെടുത്ത് വിറ്റ് എന്റെ പുട്ടിലും വട്ടിയും ഒക്കെ അവരുടെ അനിയത്തിക്ക് കൊടുത്ത് കൊല്ലം മടഞ്ഞ കാശുകൊണ്ടാ ഇനി ജമ്പർ തയ്പ്പിച്ച്. പാവം, നീ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഒരു ദിവസം എല്ലാം മാറും. ഏനറിയാം, ഏൻ ചാണ ദിവസം അക്കേ എന്റെ തമ്പ്രാൻ. പോലീസ് കൊണ്ടുപോയി തല്ലി എന്നൊടിച്ചിട്ടും ഞാൻ പറയില്ല. എന്തിനാണെന്നറിയാവോ? എന്റെ കൈകൊണ്ട് തന്നെ നിന്നെ കൊല്ലണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു.
ായിട്ടുള്ള ഒരു കാക്കമ്മ പെണ്ണിന്റെ തന്തന താനാ തന്തന താനാ. ഇനി വാടി കാക്കേ, എന്താണ് ഈ വല്ലാത്തൊരു ഓർക്കക്ഷീണം? മൂത്തതായാലും 17ന്റെ പരുവാണല്ലോടാ കുഞ്ചരിയായെ. ഓൾ ഇവിടെ കിടക്കേണ്ടതല്ല, വല്ല ടൗണിലായിരുന്നെങ്കിൽ ഓൾ ഒരു പാട് വാരിയനെ. ഇവിടെ എന്താ വാരല് കുറവാറ്റാണ്. ചാരായം മാറ്റണമെങ്കിൽ കാക്കമ്മ മാറ്റണം. ഒരു 100 കൂടി ഇങ്ങ് താടി കാക്കേ. ഞാൻ എവിടെയാ? മിണ്ടണ്ട, തീയിട്ടരിക്കുന്ന പനിയാ. എല്ലാം ഞാൻ പിന്നെ പറയാം. എടി കാക്കമ്മേ, കൊള്ളുന്നല്ല, കുടല് പഴുക്കുന്ന പനിയാ. വിശക്കുന്നുണ്ട? ഞാൻ ഉറങ്ങിക്ക. ഒന്നിങ്ങ് വാടി കാക്കേ. തങ്കി എവിടെ പോയതാ? അവൻ അച്ഛനെ അന്വേഷിച്ചു പോയതാ. വേണ്ട, തമ്പ്രം വീടി വലിക്കണ്ട. ഒരു കെട്ട മണമാ വീടിക്ക്. എനിക്ക് പിടിക്കൂല. എന്താ തമ്പ്ര മുഖത്തിനൊരു വാട്ടം പോലെ? സുഖമില്ലേ? ഒന്നുമില്ല. അല്ല, ഏതാണ്ടുണ്ട്. എന്നോട് പറഞ്ഞൂടെ? ഒന്നുമില്ല പെണ്ണേ. അല്ല, ഉണ്ട്. ഉണ്ട്. 1.5 അടങ്ങൽ നെല്ല് മതിയോ? എന്റെ തമ്പ്രാൻ എപ്പോഴും മട്ടി ചിരിക്കണം. ചിരിക്കുമ്പോ ഈ കണ്ണിന് എന്താ ശീലേ? മീശയ്ക്ക് എന്താ മിനുമിനപ്പ്? ഏനെപ്പോഴും ഈ മുഖം കണ്ടോണ്ട് നടക്കണം. അയ്യോ, നോണ് തമ്പ്ര. നോക്കാൻ പോണേ ഉള്ളൂ. നീ ഏതാ? കാർത്തു. കാക്കമ്മയുടെ മോളാണ്. അമ്മ എവിടെ? ഇപ്പൊ വരും. കഞ്ഞി കുടിക്കൂ. ആ, നീ പോയിക്കോ. ചുമ്മാ ഇരിയുന്നു ഒരാള്. ഒന്ന് ചുമ്മാ ഇരി എന്റെ മനുഷ്യ. ഇതെന്താ ഒന്നും കണ്ടിട്ടില്ലാത്ത മാതിരി. എന്റെ കാക്ക നിന്നെയും കൊണ്ടങ്ങ് പറക്കാനാ തോന്നുന്നത്. പറക്കണ്ട പറക്കണ്ട, പറഞ്ഞാലേ മോന്തായത്തിന് മുട്ടും. നിന്റെ അമ്മയുടെ കഞ്ഞി കൊലയാടിയ കാശുകൊണ്ട് ചേർന്ന് ഇന്നൊരു കഞ്ഞി കുടിച്ചിട്ടില്ലേ? എന്താ എന്താ പറഞ്ഞത്? എന്താ കേട്ടില്ലേ? വരമ്പത്ത് തല്ലുകൊണ്ട് ബോധം കെട്ട് കിടന്നപ്പോ വന്ന് ചാകാതെ നോക്കിയതും പോരാ, ഇന്നിട്ട് ശാസനയും കേൾക്കണം. അയാൾ ഭരിക്കാൻ വന്നിരിക്കുന്നു. അമ്മേ, അല്ല പിന്നെ നിന്റെ നിന്റെ നീ തേവടിയുടെ പുറത്തൊന്നും എനിക്ക് വേണ്ടി നിന്നെ
ദൈവമേ, ഇയാൾക്ക് എന്ത് പറ്റിയപ്പാ? ഇനി പറ്റില്ല. കുഞ്ഞമ്പി പോയിക്കോ. ഓ, ഒന്ന് അനങ്ങി പിടിച്ചു വന്നതായിരുന്നു. തന്റെ കാശ് വേണമെങ്കിൽ തന്നേക്കാം. പോയിക്കോ. വേണ്ട, ഞാൻ പോയിട്ട് നാളെ വരാം. വാ. എന്താടി അവിടെ? ഒന്നുമില്ല, ഒരു പൂച്ച. അമ്മേ, ഞാൻ കിടന്നോട്ടെ? വരമ്പത്ത് തല്ലുകൊണ്ട് ബോധം കെട്ട് കിടന്നപ്പോ വന്ന് ചാകാതെ നോക്കിയതും പോരാ, ഇതിന്റെ ശാസനയും കേൾക്കണം. ഒരാൾ ഭരിക്കാൻ വന്നിരിക്കുന്നു. നീ തേവടിയെ പത്തൊന്നും എനിക്ക് വേണ്ടി നിന്നെ ഞാൻ അനങ്ങണ്ട, വല്ലാതെ പനിക്കുന്നുണ്ട്. ഉറങ്ങിക്കോ. ഉറങ്ങിക്കോ.